രൗദ്രം. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. നീ കിടക്കുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. രുദ്രൻ പറഞ്ഞതും ദക്ഷ തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് രുദ്രൻ്റെ അരികിലായി വന്ന് കിടന്നു. മരിച്ചു കഴിഞ്ഞാൽ എല്ലാ ആത്മാക്കളും ദുഷ്ടശക്തികളായി മാറുമെന്ന് പണ്ടെൻ്റെ അമ്മാമ്മ പറയായിരുന്നു. ദക്ഷ പറഞ്ഞതും രുദ്രൻ അവളെ നോക്കി. എന്താണെന്നറിയില്ല, അമ്മമ്മ മരിച്ചിട്ട് എനിക്കൊരു പേടി പോലെ. അമ്മമ്മയുടെ ആത്മാവാണെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. ഒന്നാമത് എനിക്ക് ജാതകദോഷം, പിന്നെ അമ്മമ്മ മരിച്ചതും ദോഷത്തിലാണെന്ന്. ഇന്നലെയല്ലേ നിന്റെ അമ്മമ്മ മരിച്ചത്? അതെ. ആദ്യം അവരെത്തേണ്ട സ്ഥലത്തെത്തട്ടെ, എന്നിട്ട് നീ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി. രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കണ്ണടച്ചു. അതല്ലെന്നേ, അമ്മൂമ്മ മരിക്കുന്നതിൻ്റെ തലേദിവസം ഞാൻ സ്വപ്നം കണ്ടു. ഈ അമ്മൂമ്മ എന്നോട് വന്നിട്ട് എന്തൊക്കെയോ സങ്കടങ്ങൾ പറയുന്നതായിട്ട്. അതല്ലേ എനിക്ക് പേടി. ഇത്ര ഇങ്ങോട്ട് നീങ്ങിക്കിടന്നേ രുദ്രേട്ടാ. ദക്ഷ പിന്നെയും ഓരോന്ന് പറഞ്ഞെങ്കിലും രുദ്രൻ അതിന് മറുപടി കൊടുത്തില്ല. എല്ലാ ദിവസവും ചുവരിന് അഭിമുഖമായി കിടക്കുന്നവൾ അന്ന് പക്ഷേ രുദ്രൻ്റെ നേർക്ക് തിരിഞ്ഞു കിടന്നു. രുദ്രൻ കണ്ണടച്ച് കിടക്കുകയാണ്. കുറച്ചുനേരം അവൾ ആ കിടപ്പ് നോക്കി അങ്ങനെ അവൻ്റെ അരികിൽ കിടന്നു. എന്നിട്ട് പതിയെ അവൻ്റെ ഇടംകൈയിലെ ചെറുവിരലിൽ മെല്ലെ ഒന്ന് തോണ്ടി. രുദ്രൻ അനങ്ങാതെ കിടന്നപ്പോൾ അവൻ ഉറങ്ങിക്കാണുമെന്ന് ദക്ഷ ഓർത്തു. ഇത്തിരി കൂടി അവൻ്റെ അരികിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് പെണ്ണും കണ്ണുകൾ അടച്ചു. അവളുടെ ഏറിവരുന്ന ശ്വാസനിശ്വാസം കേട്ടപ്പോൾ രുദ്രൻ മുഖം ചിരിച്ച് അവളെ നോക്കി. ഇങ്ങനൊരു പേടിത്തൊണ്ടി, അവൻ മനസ്സാലെ പറഞ്ഞുകൊണ്ട് ഇടംകൈ കുത്തി അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. പെണ്ണൊന്ന് കുറുകിക്കൊണ്ട് അവനിലേക്ക് അടുത്തു വന്നതും ഇടംകൈ ഉയർത്തി അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഇന്നലെ രാത്രിയിൽ ഒരു പോളം കണ്ണടച്ചില്ല. ഈ കുറിഞ്ഞിപ്പൂച്ച കൂടെ ഇല്ലാത്തോണ്ട് ഇന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കിടന്നുറങ്ങണമെന്ന് കരുതി. അതും ഇപ്പോൾ ഗോവിന്ദ. അവൻ പിറുപിറുത്തു. പെട്ടെന്ന് ദക്ഷ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. എന്നാടി? രുദ്രൻ ചോദിച്ചു. ഏട്ടാ, ഞാൻ പറഞ്ഞില്ലേ, അമ്മമ്മ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും പോലെ. ദേ നോക്കിയേ, ശ്വാസം മുട്ടുന്നു. അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. എടി, നീ സ്വപ്നം കണ്ടതാ. വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാതെ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. രുദ്രൻ ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു. പക്ഷേ ദക്ഷയ്ക്ക് മുടിഞ്ഞ പേടിയും. ഇത്രയ്ക്ക് പേടിയുള്ള നീ എന്തിനാ ഇന്നലെ അങ്ങോട്ട് പോയത്? അത് പിന്നെ അമ്മയുടെ അമ്മയല്ലേ, അതുകൊണ്ടാ. അമ്മയുടെ അമ്മയാണെങ്കിൽ അവർ നിന്നെ ഒന്നും ചെയ്യില്ല. ആദ്യം അതൊന്നും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്ക്. ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. വകതിരിവ് കുറച്ചുപോലും നിനക്കില്ലാട്ടോ. രുദ്രൻ പിന്നെയും വഴക്ക് പറഞ്ഞപ്പോൾ ദക്ഷ കണ്ണടച്ചു കിടന്നു. രുദ്രനും അവൾക്ക് അരികിലായി കിടന്നു. രുദ്രേട്ടാ. എന്താ? അത് പിന്നെ ഞാൻ ഇങ്ങനെ കിടന്ന കുഴപ്പമുണ്ടോ? തന്നോട് ചേർന്ന് വന്നുകൊണ്ട് ദക്ഷ ചോദിച്ചതും അവനൊന്നും മിണ്ടിയില്ല. ഏട്ടന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക, ഞാൻ അമ്മയുടെ കൂടെ കിടന്നോളാം. അതിനു മറുപടിയായി തന്നോട് ചേർന്ന് കിടക്കുന്നവളുടെ വലങ്കൈയെടുത്ത് രുദ്രൻ അവൻ്റെ വയറിൽ വെച്ചു. ശേഷം അവളുടെ വിരലിൽ അവൻ തൻ്റെ വിരൽ കോർത്തു പിടിച്ചു. കൈ പിൻവലിച്ചുകൊണ്ട് ദക്ഷ അകന്നു മാറാൻ നോക്കിയതും രുദ്രൻ്റെ പിടുത്തം മുറുകിയിരുന്നു. ഇനി നിന്നെ ഒരു അമ്മൂമ്മയും വന്ന് കൊണ്ടുപോകില്ല, കണ്ണടച്ചുറങ്ങിക്കോ, അവൻ പറഞ്ഞു. ദക്ഷയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു പരവശം പോലെ. അവനിൽ നിന്നും അകന്നു മാറാനും പറ്റുന്നില്ല. ശോ, ഇനി എന്താ ചെയ്യുക? അവൾ പിന്നെയും കൈ പിൻവലിക്കാൻ നോക്കി. മര്യാദയ്ക്ക് കിടന്നില്ലെങ്കിൽ നിന്നെ മുറ്റത്തിട്ട് വാതിലടയ്ക്കും ഞാൻ. പിന്നെ നിന്റെ അമ്മൂമ്മ വന്ന് കൊണ്ടുപോയാൽ ഞാൻ ഉത്തരവാദിയല്ല. പിന്നീട് അവൾ മര്യാദയ്ക്ക് കിടക്കുകയും ചെയ്തു. കാലത്തെ രുദ്രൻ ആദ്യം ഉണർന്നു. ദക്ഷയുടെ വലതുകാലും വലതുകൈയും അവൻ്റെ ദേഹത്താണ്. പതിയെ മുഖം ചെരിച്ചു നോക്കിയപ്പോൾ തൻ്റെ കുറിഞ്ഞിപ്പൂച്ച നല്ല ഉറക്കത്തിലാണ്. ചെറിയൊരു പുഞ്ചിരിയോടെ അവനും അങ്ങനെ തന്നെ കിടന്നു. എന്തായാലും ഇവൾ എഴുന്നേറ്റ ശേഷം താനും എഴുന്നേൽക്കുമെന്ന് അവനൊരു കുഞ്ഞു വാശി തോന്നി. അതിൻ്റെ കാരണം പെണ്ണിങ്ങനെയാണ് കിടന്നതെന്ന് അവളെ അറിയിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. 10-15 മിനിറ്റ് കഴിഞ്ഞ് ദക്ഷ എഴുന്നേറ്റ് വന്നു. കണ്ണ് തുറന്നു നോക്കിയപ്പോഴുണ്ട് രുദ്രനെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ്. അവനാണെങ്കിലോ ഉറക്കം തെളിഞ്ഞാണ് കിടക്കുന്ന പോലും. അയ്യേ! അവൾ ചാടി എഴുന്നേറ്റതും രുദ്രൻ ദക്ഷയെ നോക്കി. എന്താടി, നിന്റെ പേടിയൊക്കെ മാറിയോ? ഒന്നും അറിയാത്ത മട്ടിൽ
രുദ്രൻ ചോദിച്ചതും ദക്ഷ കരുതിയത് ഇപ്പോഴെങ്ങാനും താൻ കാലെടുത്ത് ദേഹത്തേക്ക് വെച്ചുവെന്നാണ്. ഇങ്ങനെ കയ്യും കാലും എടുത്തിട്ടാണോ നീ വീട്ടിലും കിടന്നത്? അവൻ വീണ്ടും ചോദിച്ചു. അല്ല, അത് പിന്നെ. അവൾ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. ശേഷം എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ഓടി. രുദ്രേട്ടാ, സോറി കേട്ടോ. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷം ദക്ഷ പറഞ്ഞതും രുദ്രൻ അവളെ ഒന്ന് അടിമുടി നോക്കി. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, സോറി പറഞ്ഞുകൊണ്ടവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇന്നലെ പറഞ്ഞതൊന്നും മറക്കണ്ട, ദക്ഷയോടവൻ വിളിച്ചു പറഞ്ഞതും അവൾ തല കുലുക്കി. അടുക്കളയിൽ ചെന്നപ്പോൾ ലക്ഷ്മിയമ്മ പതിവ് പോലെ കോഫി ഇടുന്നുണ്ട്. അമ്മേ, ആ മോളെ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റ് വന്നത്? കുറച്ചുകൂടെ കിടക്കരുതോ കുട്ടി? എന്നും ഈ സമയത്ത് ഉണരുന്നുകൊണ്ടാണ്. പിന്നെ കിടന്നാലും ഉറക്കം വരില്ല. അതും ശരിയാട്ടോ, ഞാനും ഇതുപോലെയാ മോളെ. എന്നും എണീറ്റ് വരുന്ന സമയമാകുമ്പോൾ എങ്ങനെയും കണ്ണു തുറക്കും. അവർ ലക്ഷ്മിക്ക് ഒരു കപ്പ് കോഫി കൊടുത്തുകൊണ്ട് അവളുടെ അരികിൽ കിടന്ന കസേരയിലിരുന്നു. മോളെ, ഇന്ന് നമുക്ക് ഓണക്കോടി എടുക്കാൻ പോയാലോ? ഞാൻ വരണോ അമ്മേ? മോളും കൂടി വരുമെന്നേ. നമുക്ക് മറ്റന്നാൾ നമുക്ക് 3 ആൾക്കും കൂടി പോകാം. വേറെ ആരെങ്കിലും ഉണ്ടോ അമ്മേ? ഇല്ലെന്നേ, നമ്മൾ 3 ആളും മാത്രം. ലക്ഷ്മി അങ്ങനെ പറഞ്ഞപ്പോൾ ദക്ഷയ്ക്കാണെങ്കിൽ ഒന്നും മേലാത്ത അവസ്ഥയും. രുദ്രൻ തലേദിവസം വല്യമ്മ ഉണ്ടെന്നാണ് അവളോട് പറഞ്ഞത്. രാധവല്യമ്മ ഉണ്ടെന്ന് കേട്ടതും ദക്ഷയ്ക്ക് പോകാനും മടിയായിരുന്നു. ഇതാകെ കൺഫ്യൂഷനായല്ലോ. ഒരുമിച്ച് പോകാമെന്ന് രുദ്രേട്ടനോട് പറയുകയും ചെയ്തു. മോളെ, ഒരു 8 മണിയാകുമ്പോഴേക്കും റെഡിയാവ്. നമുക്ക് കാലത്തെ തന്നെ പോയിട്ട് പെട്ടെന്ന് വരാം. അവൾ തലകുലുക്കി. കോഫി കുടിച്ച ശേഷം ദക്ഷ തിരികെ റൂമിലേക്ക് കയറിപ്പോയി. അമ്മയോട് കാലത്തെ വിളിച്ച് സംസാരിക്കാനാണ് അവൾ പോയത്. ഹലോ അമ്മേ. ആ മോളെ, നീ എഴുന്നേറ്റോ? അമ്മേ, എല്ലാവരും പോയോ? ഇല്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ചിറ്റമാരൊക്കെ ഇന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്തൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പോയിട്ടെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കിങ്ങോട്ട് ഓടി വന്നാൽ മതിയല്ലോ. അച്ഛനെവിടെ? അപ്പുറത്തെവിടെയോ ഉണ്ട്. അമ്മ ചായ കുടിച്ചോ? ഇല്ല മോളെ, ഞാൻ എഴുന്നേറ്റിട്ട് ഇവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. എങ്കിൽ ശരി അമ്മേ, ഞാൻ അമ്മയെ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം. ആ ശരി മോളെ. ലേഖ ഫോൺ കട്ട് ചെയ്തു. രുദ്രൻ ആ സമയത്ത് ഉണർന്ന് ബെഡിലിരിപ്പുണ്ട്. ഏട്ടാ, ദക്ഷ വിളിച്ചതും അവൻ മുഖം തിരിച്ച് അവളെ നോക്കി. ലക്ഷ്മിയമ്മ കാലത്തെ 8 മണിയാകുമ്പോഴേക്കും എന്നോടും കൂടി റെഡിയാവാൻ പറഞ്ഞു. ലക്ഷ്മിയമ്മയും ചെറിയമ്മയും മാത്രമാണ് പോകുന്നേ. പോയിട്ട് പെട്ടെന്ന് തിരികെ വരാമെന്നാ അമ്മ പറഞ്ഞത്. നീ എന്തു പറഞ്ഞു? ഞങ്ങൾ 3 പേര് മാത്രമാണുള്ളതെങ്കിൽ പോയിട്ട് പെട്ടെന്ന് വരാം ഏട്ടാ. വിളിച്ച സ്ഥിതിക്ക് ചെന്നില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടാകും. അവൾ പറഞ്ഞതും രുദ്രൻ പിന്നീട് ഒരക്ഷരം പോലും മിണ്ടിയില്ല. നമുക്ക് ഉച്ച കഴിഞ്ഞ് പോയാൽ പോരെ? ലക്ഷ്മിയമ്മ എന്നോട് പറഞ്ഞത് 8 മണിയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങാമെന്നാണ്. ഞാൻ വന്ന ശേഷം ഉറപ്പായിട്ടും നമുക്ക് ഒരുമിച്ച് പോകാം. രുദ്രൻ ഒന്നും മൂളിയതല്ലാതെ കൂടുതലൊന്നും പറഞ്ഞില്ല. ദക്ഷയ്ക്കത് ആശ്വാസവുമായി. അവൻ വഴക്കു പറയുമോ എന്ന് പേടിച്ചിട്ടാണ് പെണ്ണ് വന്നത്. ഏട്ടാ, ഞാൻ പോയാൽ കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? തൻ്റെ കാര്യങ്ങൾ താനല്ലേ തീരുമാനിക്കേണ്ടത്. അവൻ ഗൗരവത്തിൽ മറുപടി കൊടുത്തുകൊണ്ട് എഴുന്നേറ്റു. മോളെ, അമ്മ വിളിക്കുന്ന കേട്ട് ദക്ഷ താഴേക്ക് പോവുകയും ചെയ്തു. സുനന്ദ ചെറിയമ്മയും എഴുന്നേറ്റ് വന്ന് സെറ്റിയിലിരിപ്പുണ്ട്. ചെറിയമ്മ ഒരു 10 മണി കഴിഞ്ഞ് ഷോപ്പിലേക്ക് എത്താമെന്ന് പറഞ്ഞു. അവർക്ക് അമ്പലത്തിൽ പോണത്രേ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് 2 ആൾക്കും ആദ്യം ഇറങ്ങാം. എന്നിട്ട് അത്യാവശ്യമൊക്കെ നോക്കി വയ്ക്കാം. ചെറിയമ്മ കൂടി വന്നിട്ട് ഫൈനൽ സെലക്ഷൻ നടത്താം. അത് മതിയമ്മേ, അവൾ പറഞ്ഞു. 3 പേരും ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോവാൻ റെഡിയായി. രുദ്രേട്ടനൊന്നും കഴിക്കുന്നില്ലേ? എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ കഴിക്കും. അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇതെന്താ രുദ്രേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും സംസാരിക്കും. അതിന് നിനക്കെന്താ? അവരോടൊപ്പം പോകുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? നീ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോളൂ. എനിക്ക് യാതൊരു ഇഷ്ടക്കേടുമില്ല. വല്യമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും പോവില്ലായിരുന്നു. ഇതിപ്പോൾ അമ്മയും ചെറിയമ്മയും മാത്രമാണുള്ളത്.
അവരാണെങ്കിൽ നേരത്തെ എന്നോട് പറയുകയും ചെയ്തു. ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു സ്ഥിതിയായിപ്പോയി. അതല്ലേ? നിന്റെ കുമ്പസാരം ഒന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. ദക്ഷ, നീ ഇറങ്ങി പോകാൻ നോക്ക്. ഏട്ടൻ പിണങ്ങിയോ? കൊഞ്ചാതെ പോടി പുല്ലേ. അവൻ അലറിയതും ദക്ഷൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മാറി നിന്നും ഷോൾ എടുത്തു മാറ്റിയിട്ട് അവൾ അവൻ്റെ അരികിലേക്ക് വന്നു. ഞാൻ പോണില്ല. പിന്നെന്തൊക്കെയോ പറയാൻ തുടങ്ങും മുമ്പ് രുദ്രൻ കൈയെടുത്ത് വിലക്കി. ഇറങ്ങിപ്പോടി നീ. ഇല്ല, പോകുന്നില്ല. മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ദക്ഷ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. പോകാൻ നോക്കടി നീ. ഏട്ടന് ദേഷ്യമല്ലേ? ഞാൻ പോണില്ല. രുദ്രൻ ചെന്നിട്ട് അവൻ്റെ ATM കാർഡ് എടുത്തുകൊണ്ട് വന്നിട്ട് അവൾക്ക് കൊടുത്തു. നമ്പർ നിൻ്റെ വാട്സപ്പിൽ അയക്കാം, നോക്കിയാൽ മതി. എനിക്ക് വേണ്ട, ഞാൻ പോന്നുമില്ല. പിന്നെ ആരുടെ അമ്മയുടെ അങ്ങ് പോകാനടി നീ ഒരുങ്ങി നിൽക്കുന്നത്? അവനെ ദേഷ്യം കൊണ്ട് വിറച്ചതും അവൾക്ക് പേടിയായി. വല്യമ്മ കൂടെ ഇല്ലാത്തതുകൊണ്ടാ, സോറി. ഒന്നിറങ്ങി പോടി നീ. അവൻ പിന്നെയും അലറി. ദക്ഷ പെട്ടെന്ന് ഷോള് മാറിലേക്ക് വിരിച്ചിട്ടു. ബാഗും എടുത്തുകൊണ്ട് തോളത്തിട്ട് അവൾ വേഗം ഇറങ്ങിപ്പോയി. താഴേക്ക് ചെന്നപ്പോഴാണ് പെണ്ണ് പിന്നെയും വിഷമിച്ചു പോയത്. വല്യമ്മ നിൽക്കുന്നു. അവൾക്കൊന്നും മേലാത്ത അവസ്ഥ. ലക്ഷ്മി ചേച്ചി, ഞാൻ ഇറങ്ങുവാട്ടോ. ചെറിയമ്മയാണ്. ആ, പൊയ്ക്കോളൂ, ഞാൻ വിളിച്ചോളാം. ലക്ഷ്മി മുറിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. വല്യമ്മ എവിടേക്കാ? ദക്ഷ ശബ്ദം താഴ്ത്തി. അമ്പലത്തിലേക്ക്. മോള് പേടിക്കൊന്നും വേണ്ട. ചെറിയമ്മ പിറുപിറുത്തു. അത് കേട്ടതും പെണ്ണിന് ആശ്വാസമായി. പത്മാവതി അമ്മയും ഉണർന്നു വന്നിരിപ്പുണ്ട്. ദക്ഷ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർക്ക് കുടിക്കാൻ കോഫി കൊണ്ടുവന്ന് കൊടുത്തു. മോള് കുടിച്ചോ? ഉവ്വ്. രുദ്രൻ എണീറ്റില്ലേ? എഴുന്നേറ്റു, താഴേക്ക് വന്നില്ല. അവർ തലയാട്ടി. അപ്പോഴേക്കും ലക്ഷ്മി റെഡിയായി ഇറങ്ങി വന്നു. ഞാൻ മോനോട് കൂടി ഒന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ലക്ഷ്മി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. രുദ്ര, മോനെ. എന്താമ്മേ? മോനെ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓണമെത്താറായില്ലേ? പോയിട്ട് വാ. മോനെ കഴിക്കാനുള്ളതൊക്കെ അമ്മയെടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വയ്യാഴികയോ ഉണ്ടോ മോനെ? ഇല്ല, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. അമ്മ പോയിട്ട് വരൂ. അവൻ പറഞ്ഞതും ലക്ഷ്മി താഴേക്ക് ഇറങ്ങിപ്പോയി. വൈകാതെ തന്നെ ഇരുവരും കൂടി ടൗണിലേക്ക് പുറപ്പെടുകയും ചെയ്തു. തുടരും.